City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഷിരൂരിലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലും ഒരു രാഷ്ട്രീയം കാണുകയോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നു. നിങ്ങളിത് എന്തൊരു മര്യാദകേടാണ് അതിന്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട്, കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. എവിടെയെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം 2018 കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാനുണ്ട് കേരളത്തിൽ? ഇതൊക്കെ മറന്നുപോയി. അവിടെ 10-11 പേരെ കാണാതായി, 7 പേരെ 8 പേരെ കിട്ടി. ബാക്കി നിങ്ങൾ കണ്ടില്ലേ? നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലും കിടക്കുന്നത്. അവർ കണ്ടുപിടിച്ചില്ലേ? അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ MLA എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്ത് നിന്നും മാറിയിട്ടില്ല ഇതുവരെ. ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ നിൽക്കുകയാണ്. എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണ്ടേ? കനത്ത മഴയല്ലേ? ഈ കുറെ പേര് മണ്ണിനടിയിലായി അല്ലേ? അവരെ രക്ഷിക്കാൻ പോണ ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണോ? അപ്പോൾ വലിയ പോസിബിലിറ്റി, ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ആളെ കിട്ടിയിട്ടില്ലേ? അപ്പൊ അതൊരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു കർണാടകത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അർജുന്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു, പറയാതെ വിടാൻ പറ്റില്ല. ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ്. നിരവധി ആളുകളാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത്. അതൊക്കെ മറന്നുപോയി. അതായത് ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ മിലിറ്ററി കൂടി വന്ന് ചെയ്യുമല്ലേ? എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അത് അവിടുത്തെ സാഹചര്യം അതാണ്. നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിന് പോലും ഉച്ച കഴിഞ്ഞിട്ട് എത്താൻ പറ്റിയത്. അവിടെ അടുക്കാൻ പറ്റില്ല. കാരണം ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ്, ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ല. അതില്ലേ? മനസ്സിലായില്ലേ? അത്ര എളുപ്പമുള്ള സംഭവമല്ല. അപ്പൊ അത് ചെയ്യട്ടെ, അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാം പിന്തുണയും കൊടുക്കാം. നമ്മൾ അമയിലഞ്ചാൻ തോട്ടില് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ? അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത്. എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട. അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കുറെ മനുഷ്യര് ജീവൻ അപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോറി ഉടമ മനാഫിനോട് ഒരു കർണാടക ഉദ്യോഗസ്ഥൻ അർജുന്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, മാധ്യമങ്ങൾ വരുന്നു, ഡൽഹിയിൽ നിന്ന് നേതാക്കൾ വിളിക്കുന്നു. നിങ്ങളിൽ ആർക്കാണ് ഇത്ര പിടിപാട്? ലോറി ഉടമയ്ക്കോ അതോ മണ്ണിനടിയിൽ കിടക്കുന്ന ഡ്രൈവർക്കോ? ഈ ചോദ്യത്തിനുള്ള മനാഫിന്റെ മറുപടി ഇതായിരുന്നു: ലോറി ഉടമയ്ക്കും ഡ്രൈവർക്കും ഒരു സ്വാധീനവുമില്ല സാറേ. ആ മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ്. അതിന്റെ പവറാണ് ഈ കാണുന്നത്. മനാഫിന്റെ ആ മറുപടിയിലുണ്ട് മലയാളി എന്ന വികാരം. അങ്ങനെ 9 ദിവസത്തെ വിശ്രമമില്ലാത്ത തിരച്ചിലിനൊടുവിൽ നമ്മൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗംഗാവാലി നദിക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അർജുന്റെ ട്രക്ക് തന്നെയാണ് കണ്ടെത്തിയതെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ട്രക്ക് നദിയുടെ അടിയിൽ ഉണ്ടെന്നാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ സ്ഥിരീകരിച്ചത്. അതേസമയം കർണാടക SP വ്യക്തമാക്കിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് അർജുന്റെ തന്നെയാണ് എന്നാണ്. മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മറ്റൊരു ട്രക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും പ്രതീക്ഷ നൽകുന്നു. നിലവിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യമാണ് ഷിരൂരിലുള്ളത്. കനത്ത മഴയും കാറ്റും വീശുകയാണ്. എങ്കിലും ഇപ്പോഴും മണ്ണുമാറ്റൽ പുരോഗമിക്കുന്നുണ്ട്. 20 അടിയോളം താഴ്ചയിലാണ് ട്രക്ക് ഉള്ളത് എന്നാണ് വിവരം. എന്തായാലും എത്രയും വേഗം ട്രക്കും ഒപ്പം അർജുനെയും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം.
ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് പല നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ കേരളത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമല്ല. ഞാനും രാഘവേട്ടനും അവിടെ ഒരു പോലീസുകാരനോട് കയർത്ത് സംസാരിക്കേണ്ട, അദ്ദേഹം ഞങ്ങളോട് പോലും അപമര്യാദയായി പെരുമാറുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാഘവേട്ടൻ രേഖാമൂലം ലോക്സഭാ സ്പീക്കർക്ക് ഒരു MP-യോട് അപമാനിച്ച കാര്യം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ സമയത്തൊക്കെ കുറെ തർക്കത്തിന് നിൽക്കുന്നത് അടക്കം പങ്ക് നമുക്കിതിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. കെ മഷറഫ് MLA ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഈ വാർത്തകളൊക്കെ കണ്ടറിഞ്ഞ് എന്താണ് എന്ന് അറിയാൻ ഒരു ദിവസം ഇവിടെ നോക്കിയിട്ട് പോകാം. ആ കാര്യം അദ്ദേഹത്തിന് കന്നഡ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ഇവിടെ ഒന്ന് കാര്യങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാം എന്ന് കരുതി ഒരു ഒറ്റ ദിവസത്തേക്ക് വന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല. കെ മഷറഫ് MLA ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണസൈനുമായുള്ള കൃത്യമായ ഏകോപനത്തിൽ അവർ രണ്ടുപേരും കൂടി ചെയ്ത സേവനങ്ങൾ, അവർ രണ്ടുപേരും ചെയ്ത ഇടപെടലുകൾ അത് മറക്കാവതല്ല. അത് നമുക്ക് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ അക്നോളജ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ നമ്മൾ നിസ്സഹായരായി ഒരു വിവരവും കിട്ടാതെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തോളത്ത് തട്ടി സമാധാനിക്കൂ, കാര്യങ്ങളൊക്കെ നേരായി നടക്കും എന്നൊക്കെ പറഞ്ഞ സതീഷ് കൃഷ്ണസൈലിനെ ഒന്നും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കാണുന്ന അപൂർവമായ ചില ആശ്വാസകരങ്ങളാണെന്ന് ഉറപ്പായും പറയാം. അതിലൊക്കെ പ്രധാന ഇടപെടലുകളുടെ ഒക്കെ അപ്പുറം നമുക്ക് 9-ാം നാൾ നമുക്ക് കൃത്യമായ ഒരു വാലിഡായ വിവരം കിട്ടുന്നു. 10-ാം നാൾ അതിന്റെ തുടർച്ചയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു. മഴ ഒന്ന് മാറി നിൽക്കാൻ ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു 10 ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? മോള് ഉമ്മയോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ നോക്കിയത്, ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം. എന്റെ കൂടപ്പറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പറപ്പായി മാറിയത്. എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. അമ്പലങ്ങളിൽ, ചർച്ചുകളിൽ, നമ്മുടെ വീടുകളിലെ നിസ്കാരപ്പായിൽ പോലും ആ ചെറുപ്പക്കാരനു വേണ്ടി കൈയൊത്ത് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട്. അർജുൻ എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ 10 ദിവസം കൊണ്ട് കഴിഞ്ഞ 8 ദിവസമായിട്ട് കർണാടകയിലെ അങ്കോല എന്ന് പറയുന്ന പ്രദേശത്ത് മണ്ണിന്റെ അടിയിൽ ഒരു ജീവൻ കിടക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. അർജുൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നീ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. 40 ദിവസം തിമിംഗലത്തിന്റെ വയറ്റില് അല്ലാഹുവേ യൂനുസ് നബിയെ നീ പാർപ്പിച്ച അല്ലാ, ഒരു കുഴപ്പവുമില്ല ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവന്ന അല്ലാ, അർജുൻ എന്ന സഹോദരന്റെ വിഷയത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായൊരു വാർത്ത നീ അറിയിപ്പിക്കണേ അല്ലാ. അപ്പൊ നേവിയുടെ സേവനം ഇനിയും തുടരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേവിയുടെ സേവനം തുടരാം എന്നുള്ള നിലയിൽ കലക്ടറും അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാതെ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. അത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ രക്ഷാദൌത്യത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് പുറകോട്ട് പോകുന്ന ഒരു നിലപാട് എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ദുരന്തഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടവന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് ഒരു കുടുംബം ഒന്നാകെ. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കണ്ണീരിനാൽ വേദന കഴുകുമ്പോഴും ഇവരെ കൊത്തിപ്പറിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ കഴുകൻ കൂട്ടം. ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഈ കണ്ട ദൃശ്യത്തിലാണ് ശബ്ദം വ്യാജമായി നിർമ്മിച്ച് എഡിറ്റ് ചെയ്ത് കയറ്റിയത്. അർജുന്റെ അമ്മയുടെ സഹോദരി കരസേനയെ കുറ്റപ്പെടുത്താൻ ആജ്ഞാപിക്കുന്നു എന്ന തരത്തിലായിരുന്നു വ്യാജ വീഡിയോ.
കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ സെല്ലിന് പരാതി നൽകി. വിജയകുമാർ, ഇത് നമ്മുടെ MLA, ഈ MLA ഇവിടെ കാർവാർ MLA സതീഷ് സെയിൽ, അതൊരു 1.5 MLA, നമ്മൾ നാട്ടുഭാഷയിൽ പറയില്ല 1.5 എന്ന് പറയുന്ന ഒരു MLA ആണ്. വല്ലാത്തൊരു ഇച്ഛാശക്തിയുള്ള, വല്ലാത്തൊരു ചങ്കൂറ്റമുള്ള, ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു MLA ആണ് ഇവിടുത്തെ MLA സതീഷ് സെയിൽ. ആ സെയിൽ കൊണ്ടുവന്ന ബൂം എക്സ്കവേറ്ററാണത്. അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ കുറച്ചു നേരിട്ടറിയാവുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം ആ MLA വിചാരിച്ചാൽ സംഘടിപ്പിക്കാവുന്ന സംഗതികൾ ഇതൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇനി മറ്റൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ആ MLA ഒറ്റക്കിറങ്ങി നിന്നാൽ സംഘടിപ്പിക്കാവുന്ന സംഗതികളെ ഈ പറഞ്ഞ സാധനങ്ങളുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം.
സിറ്റി ഗോൾഡ്, ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.